ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023-24 കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി. ബിംബിസാരൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ടാക്സ് ഓൺ ലാൻഡ് മെൻഷൻ ഇൻ അർത്ഥശാസ്ത്ര. ഏതാണ്? ഭാഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി വേൾഡ് വാട്ടർഷെഡ് ഡേ. വാട്ടർഷെഡ് ഡേ എന്നാണ്? ഫെബ്രുവരി 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ് ഡു വി ഗെറ്റ് ഫ്രം ദി കേവ് പെയിന്റിങ്സ്? അപ്പോൾ അവരെന്തായിരുന്നു? 100 ആനിമൽസ് അല്ലേ? 100 ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അതായത് ഒരുപാട് ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ് ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ കേവ് പെയിന്റിങ്സിൽ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ ചേരാസിന്റെ ക്യാപിറ്റൽസ് എന്താണ്? മുച്ചിരി അല്ലെ? പാണ്ഡ്യാസ് മധുരൈ, ചോളാസ് ഉരയൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്മോൾ സ്കെയിൽ മാപ്സ്? ഗിവ് an example. Maps showing only the important information of larger areas are called small scale map. Example, atlas maps, wall maps. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്? പ്രൈമറി റോക്സ് ഏതാണ്? ഇഗ്നിയസ് റോക്സ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇഗ്നിയസ് റോക്സിനെ പ്രൈമറി റോക്സ് ആയിട്ട് പറയുന്നത്? ഓൾ ടൈപ്പ് ഓഫ് റോക്സ് ആർ എമേർജ് ഫ്രം ദിസ് ഇഗ്നിയസ് റോക്ക് അല്ലേ? എല്ലാ റോക്സും ഫോം ചെയ്യുന്നത് ഈ ഇഗ്നിയസ് റോക്സ് എന്നാണ്. അതുകൊണ്ടാണ് അതിനെ പ്രൈമറി റോക്സ് ആക്കിയിട്ട് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഞാൻ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു കേട്ടോ. ഗിവ് an example for sedimentary rocks. Sedimentary റോക്സിന് എക്സാമ്പിൾ എന്താണ്? സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് റോക്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള? കേരളയിൽ കാണാൻ പറ്റുന്ന റോക്സ് ഏതാണ്? മെറ്റാമോർഫിക് റോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ കൺട്രോൾ? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോൾ? ദ പ്രഷർ ആൻഡ് ഇന്റർവെൻഷൻസ് എക്സേർട്ടഡ് ബൈ ഈച്ച് സോഷ്യൽ ഗ്രൂപ്പ് over its members in order to ensure and sustain a safe environment is called social control. അതായത് ഓരോ സോഷ്യൽ ഗ്രൂപ്പിന്റെ മുകളിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഇന്റർവെൻഷൻസും എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ ആൻഡ് സസ്റ്റെയിൻ എ സേഫ് എൻവയോൺമെന്റ്. അത് ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പ് അതിൻ്റെ മെമ്പേഴ്സിൽ ചെലുത്തുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന പ്രഷറും അതുപോലെ ഇൻ്റർവെൻഷൻസ് ഒക്കെയാണ് ഈ ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ എവറി സൊസൈറ്റി ദർ ആർ സർട്ടൻ കോമൺലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ അല്ലെ? എല്ലാ സൊസൈറ്റിയിലും എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൊസൈറ്റി എസ്റ്റാബ്ലിഷസ് സ്യൂട്ടബിൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദി റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവിടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അടുത്തത് നോക്കാം. 2 എഴുതണ്ടുള്ളൂ, അപ്പോൾ നമുക്ക് 4 നോക്കാം. സോഷ്യൽ കൺട്രോൾ ഈസ് ഫോർമലി ഇംപ്ലിമെന്റഡ് ത്രൂ ദ സിസ്റ്റംസ് സച്ച് ആസ് പോലീസ്, കോർട്ട്, പ്രിസൺ ആൻഡ് മിലിറ്ററി. ഇപ്പം ഇതേപോലത്തെ സിസ്റ്റത്തിലൂടെയാണ് ഈ സോഷ്യൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Society has institutions and systems to control, prevent or punish those who are not adhere to social control. Social control ഇല്ല, അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ സോഷ്യൽ കൺട്രോൾ നമ്മൾ അഡ്ഹെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സിസ്റ്റംസും ഒക്കെ അതിനുണ്ട് അല്ലേ? കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അത് ഒഴിവാക്കാനും പണിഷ് ചെയ്യാനും ആരാണോ അത് അംഗീകരിക്കാത്തത് അവർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സിസ്റ്റംസും ഒക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കേം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ്? അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സോഷ്യൽ കൺട്രോളും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ
എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ചൂട് കൂടുക അല്ലേ? ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. പോളാർ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീയുടെ ലെവല് കൂടും. Destruction in the coastal ecosystem may lead to the problem such as food crisis, large scale migration, etc. അതായത് കോസ്റ്റൽ ഇക്കോസിസ്റ്റം ഡിസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി നശിക്കുന്നത് വഴി ഒരുപാട് ഫുഡ് ക്രൈസിസും മൈഗ്രേഷനും ഒക്കെ ഉണ്ടാവും. അടുത്തത് ലീഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ ഇക്കോസിസ്റ്റം. നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ കുറേ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ 2 എഴുതിയാൽ 2 മാർക്കാണെങ്കിൽ 2 എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേരള വിച്ച് മേ കോസ് ദ ഫ്ലഡ് ടു ബിക്കം എ നാച്ചുറൽ ഡിസാസ്റ്റർ. എന്താണ് നമ്മുടെ കേരളത്തിലെ പ്രകൃതിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഫ്ലഡ് ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. ദ ടോപ്പോഗ്രഫി ഓഫ് കേരള ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹൈ ലാൻഡ്, മിഡ് ലാൻഡ് ആൻഡ് ലോ ലാൻഡ് അല്ലെ? 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കേരള ഹാവ് എ ടോപ്പോഗ്രഫി ദാറ്റ് സ്ലോപ്സ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് ഒരു ചെരിവുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ മോർ ഓവർ ദ പ്രസൻസ് ഓഫ് 44 റിവേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡി. നമ്മുടെ കേരളത്തിൽ 44 നദികളും അതർ വാട്ടർ ബോഡീസും ഉണ്ട്. അടുത്തത് നോക്കാം. എക്സസ് റെയിൻഫോൾ. ഒരുപാട് റെയിൻഫോളും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടാവാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആസ് എ സോഷ്യൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നമുക്ക് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഫീച്ചേഴ്സ് ഓഫ് എ ഫാമിലി ഏതൊക്കെയാണ്? സ്മോൾ ഗ്രൂപ്പാണ്, എലിവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, familiar people, common ways of acting, satisfies the needs of the members, influences personality. അപ്പോൾ സ്മോൾ ഗ്രൂപ്പാണ് അല്ലേ? ചെറിയ ഗ്രൂപ്പാണ്. എലിവേറ്റഡ് ഗ്രൂപ്പ് കോൺഷ്യസ്നസ്. ഓരോരുത്തരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരുതലുണ്ടാവും. ഒരു ഗ്രൂപ്പ് കോൺഷ്യസ്നസ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫെമിലിയർ പീപ്പിൾ, നമുക്ക് അറിയുന്ന ആളുകളായിരിക്കും. കോമൺ വേസ് ഓഫ് ആക്ടിങ്, കൂടുതലും ഒരേപോലെയുള്ള പെരുമാറ്റമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സാറ്റിസ്ഫൈ നീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിൻ്റെയും നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഫാമിലിയുടെ ഫീച്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത്. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഹെൽപ്ഫുൾ ഇൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് സർഫസ് റൺ ഓഫ്? എന്താണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. സർഫസ് റൺ ഓഫ് അതായത് വെള്ളം സ്റ്റോർ ചെയ്യാൻ എങ്ങനെയാണ്, സർഫസ് വാട്ടർ എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക? റെയിൻ വാട്ടർ സർഫസ് വാട്ടർ ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ടെറസ് ഫാമിംഗ്, മൾച്ചിങ്, construction of check dams, construction of mud walls, digging rainwater percolation pits. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is green revolution? Mention the achievements in Indian agricultural sector as a result of green revolution. എന്താണ് green revolution? The completion of the first and the second 5-year plans could not solve India's food deficiency. It led to an all-out effort to achieve self-sufficiency in food, progress in agriculture. There occurred a quantum jump in the food output and a transformation in agriculture in 2 stages known as Green Revolution. അതായത് ഫസ്റ്റ് 5-year പ്ലാൻസിലും സെക്കൻഡ് 5-year പ്ലാൻസിലും നമ്മുടെ ഫുഡ് ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഒരു അഗ്രികൾച്ചറിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു റെവല്യൂഷൻ, അതായത് ഒരു കൂടുതൽ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, അതാണ് കേട്ടോ. ഹൈ ക്വാണ്ടം ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ജമ്പ്, ഒരു വലിയൊരു ചാട്ടമായിരുന്നു എന്ന് പറയാം ഫുഡ് ഔട്ട്പുട്ടിന്. അഗ്രികൾച്ചർ ഈ 2 സ്റ്റേജസിലും ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അഗ്രികൾച്ചറിനോട് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതാണ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദ യൂസ് ഓഫ് ഹൈ yielding seeds, improved irrigation, fertilizers, insecticides and agriculture finance at low rate.
ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് പോസിബിൾ ആയി വന്നത്? നല്ല ഹൈ ഈൽഡിങ് സീഡ്സ്, കൂടുതൽ വിളവ് തരുന്ന സീഡ്സ്, അതുപോലെ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, നന്നായിട്ട് ജലസേചനം, വെള്ളം നനച്ചു കൊടുക്കില്ലേ നമ്മൾ, അതിനാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഴ്സും ഇൻസെക്ടിസൈഡ്സും അഗ്രികൾച്ചറൊക്കെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടിയത് കൊണ്ടാണ്. പിന്നെ ഇൻക്രീസ്ഡ് ഫുഡ് ഔട്ട്പുട്ട് എസ്പെഷ്യലി ഇൻ വീറ്റ് ആൻഡ് റൈസ്, വീറ്റും റൈസും ഒരുപാട് പ്രൊഡക്ഷൻ നടന്ന ഒരു സമയമാണ്. എൻഡഡ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിനേഴ്സ്, അതായത് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യക്കാരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥ, ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അവസാനിച്ചു. അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി, അതായത് നമ്മൾ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ, അത് മാച്ച് ദ ഫോളോയിങ് ആണ്. നാച്ചുറൽ സിങ്സ് ഓഫ് സർഫസ് വാട്ടർ ഏതാണ്? വെറ്റ്ലാൻഡ്സ് ആണ് കേട്ടോ. ദി സർഫസ് ഓഫ് ദി വാട്ടർ റിച്ച് part beneath the ground. Beneath the ground ഏതാണ്? വാട്ടർ ടേബിൾ. The water stored beneath the ground. Underground water. Shallow tube wells dig in sandy regions. Filter point wells. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എൻ അക്കൗണ്ട് ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് ഇൻ കേരള ഡ്യൂറിങ് 2018. എന്താണ് ഫ്ലഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത്? എന്താണ് 2018 ഫ്ലഡ്? ടു മാനേജ് ദ എക്സസ് വാട്ടർ ഇൻ ദ റിസർവോയേഴ്സ് 37 ഡാംസ് വെർ ഓപ്പൺഡ്. എങ്ങനെയാണ് ഫ്ലഡ് ഉണ്ടായത്? എക്സസ്, ഒരുപാട് വെള്ളം, ഈ റിസർവോയേഴ്സിൽ ഒരുപാട് വെള്ളം വന്നതുകൊണ്ട് അത് ഡാംസ്, 37 ഡാംസ് ആണ് ഓപ്പൺ ചെയ്തത്. ഇറ്റ് ടുക്ക് എവേ ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ്, നൂറുകണക്കിന് ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ ദിസ് caused considerable flooding in 13 out of 14 districts. 14 districtsൽ 13 districtum ഫ്ലഡ് ഉണ്ടായിരുന്നു. 13 ഡിസ്ട്രിക്റ്റിലും ഫ്ലഡായി. ഇറ്റ് ഹാഡ് ഇസ് ഡിവാസ്റ്റേറ്റീവ് എഫക്റ്റ് ഓൺ ഓൾ സെക്ടേഴ്സ്, അതായത് ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എല്ലാ സെക്ടേഴ്സിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദി ലാൻഡ് എൻവയോൺമെന്റ് ആസ് വെൽ ആസ് ദ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിങ് മാൻ were subjected to flood. അതായത് ലാൻഡും എൻവയോൺമെന്റും ലൈഫ് ഫോംസും, അതായത് മനുഷ്യന്മാരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഹോളി എഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്. അഗ്രികൾച്ചർ സെക്ടറൊക്കെ ഒരുപാട് നശിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റൈറ്റ് ദി എയിംസ് ഓഫ് നീതി ആയോഗ്. ഈ നീതി ആയോഗും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. To bring down the government participation in industrial and service sectors. അതുപോലെ to utilize the service of the dominant middle class for sustainable economic growth, to improve agriculture production by practicing mixed farming, to make use of the services of non-resident Indians for economic and technological growth, to convert the cities into secure living centers using modern technology, to equip the nation to face global transformation and market forces. നീതി ആയോഗിൻ്റെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ, അതായത് ഇൻഡസ്ട്രിയലിലും സർവീസ് സെക്ടറിലും ഉള്ള ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ടു യൂട്ടിലൈസ് സർവീസസ് ഓഫ് ദ ഡോമിനൻറ്റ് മിഡിൽ ക്ലാസ് ഫോർ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, അതായത് മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ സർവീസസ് ഒക്കെ കൂടുതലായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ടു ഇംപ്രൂവ് ദി അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിങ് മിക്സ്ഡ് ഫാമിംഗ്, അതായത് എല്ലാതും കൃഷി ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുക. ഒരു ഇത് മാത്രം കൾട്ടിവേറ്റ് ചെയ്യാതെ എല്ലാ ഭാഗത്തും നിന്നും എല്ലാ അഗ്രികൾച്ചറിൻ്റെ ഫാമിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ഇതാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. To make use of services of non-resident Indian for economic and technological growth, അതായത് ഇന്ത്യയിൽ താമസിക്കാത്ത ഇന്ത്യൻസിൻ്റെ സർവീസുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത എയിം എന്ന് പറയുന്നത്. To convert the cities into secure living centers using modern technology. സിറ്റീസ്, നമ്മുടെ സിറ്റീസൊക്കെ നന്നായിട്ട് സെക്യൂർ ആക്കുക, സേഫായിട്ട് യൂസ് ചെയ്യാം. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാൻ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് സേഫ് ആക്കുക അല്ലെങ്കിൽ സെക്യൂർ ആക്കുക നമ്മുടെ സിറ്റീസൊക്കെ.
to equip the nation to face global transformation and market forces. അതായത് നമ്മുടെ നേഷന് ഗ്ലോബലായിട്ടുള്ള ഡെവലപ്മെൻറ്റും മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതായത് എക്യുപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാക്കുക അല്ലെങ്കിൽ അതിനെ പ്രാപ്തിയാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒന്ന് എഴുതാനായിരുന്നു കേട്ടോ. ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻസ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് റൈറ്റ് എനി വൺ ഓഫ് ദം, ഏതെങ്കിലും ഒന്ന് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാതും പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ചോദിക്കും, ചിലപ്പോൾ മീസോസ്ഫിയർ ചോദിക്കും, ചിലപ്പോൾ തെർമോസ്ഫിയർ ചോദിക്കും. അത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലിതാ ട്രോപ്പോസ്ഫിയർ ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചിട്ട്. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അറ്റ് അബൌട്ട് 90 കിലോമീറ്റർ ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദി എർത്ത്. അതായത് 90 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്തിന് ക്ലോസ് ആയിട്ടാണ് ഈ ഒരു ലെയർ ഉള്ളത്. The height of the troposphere is more in the equatorial regions because of strong convection there. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് ഇക്വറ്റോറിയൽ റീജിയനിൽ കൂടുതലാണ്. അടുത്ത പോയിന്റ്, ഓൾമോസ്റ്റ് ഓൾ ദി വെതർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എക്സ്ട്രാ ടേക്സ് പ്ലേസ് ഇൻ ദിസ് ലെയർ. അപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. റെയിനും സ്നോ ഒക്കെ ഏത് ലെയറിലാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ക്ലൈമാറ്റിക്കും വെതറിന്റെ ഫിനോമിനൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. പിന്നെ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 meters ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ദിസ് ഇസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. അതായത് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ എന്താണ് സംഭവിക്കുന്നത്, ഒരു 1 degree Celsius ഓരോ 165 meter ഹൈറ്റിലും 1 degree കുറയുന്നുണ്ട് കേട്ടോ. ഡിക്രീസസ് അറ്റ് യൂണിഫോം റേറ്റ് ആണ്. 1 degree 2 degree അങ്ങനെയല്ല, എപ്പോഴും യൂണിഫോം ആയിട്ട് 1 degree ആണ് കുറയുന്നത്. അടുത്ത നോക്കാം. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ ട്രോപ്പോസ്ഫിയർ ഇസ് കോൾഡ് ട്രോപ്പോപോസ്. അപ്പോൾ ട്രോപ്പോപോസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ആ ഒരു സോണിനെയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.